ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഈ കോടതി വിധിയിൽ ഞാൻ ഭാഗവാക്കല്ല. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ഇത്തരം ഭീമമായ തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു കോടതിയിലോ ഒരു കേന്ദ്രത്തിലോ പോയിട്ടില്ല. ഞാൻ എന്തോ 32 ലക്ഷം രൂപ കൈപ്പറ്റാൻ പോകുന്നു എന്ന തരത്തിലേക്ക് പ്രചരണം അഴിച്ചുവിടുമ്പോൾ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജെറോമിന്റെ ശമ്പള വർധനവിന് മുൻകാല പ്രാബല്യം നൽകി സർക്കാർ ഉത്തരവിറക്കി. ഇതോടെ 17 മാസത്തെ ശമ്പള കുടിശ്ശിക എന്ന തരത്തിൽ 8.5 ലക്ഷം രൂപ ചിന്തയ്ക്ക് ലഭിക്കും. വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. ചിന്ത ആവശ്യപ്പെട്ട പ്രകാരമാണ് ശമ്പള വർധനയെന്ന് ഉത്തരവിലുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മുതലാളി മറന്നുപോയതാ. ഇത്തരം ഭീമമായ തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു കോടതിയിലോ ഒരു കേന്ദ്രത്തിലോ പോയിട്ടില്ല. ഇതോടെ മുൻകാല പ്രാബല്യത്തോടെ ശമ്പളത്തിന് താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന ചിന്താ ജെറോമിന്റെ വാദം പൊളിഞ്ഞു. സംഭവം പൊളിഞ്ഞായിരുന്നു. നീ വെച്ചേരെ. എന്തോന്ന് പൊളിഞ്ഞു? നീ വെച്ചേ. പൊളിഞ്ഞു. യുവജന കമ്മീഷൻ ചട്ടങ്ങൾ പ്രകാരം നിജപ്പെടുത്തിയ ശമ്പളവും തമ്മിലുള്ള കുടിശ്ശിക അനുവദിക്കണമെന്ന് യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ അഭ്യർത്ഥിക്കുകയുണ്ടായി എന്നാണ് ഉത്തരവിലുള്ളത്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. 2016 ഒക്ടോബർ മുതലുള്ള ശമ്പള കുടിശ്ശിക ചിന്ത ചോദിച്ചെങ്കിലും 2017 ജനുവരി 6 മുതലുള്ളതേ അനുവദിച്ചുള്ളൂ. അതെനിക്കിഷ്ടമില്ല. ഞാൻ തെറ്റാണോ? 1 ലക്ഷമായി ശമ്പളം നിശ്ചയിച്ച് ഉത്തരവിറങ്ങിയതോടെ അതിന് താൻ നിയമിതയായ കാലം മുതൽ മുൻകാല പ്രാബല്യം ആവശ്യപ്പെട്ട് ചിന്താ ജെറോം കത്ത് നൽകുകയായിരുന്നു. ഇത്തരം ഭീമമായ തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു കോടതിയിലോ ഒരു കേന്ദ്രത്തിലോ പോയിട്ടില്ല. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ.